നമസ്കാരം. ഇലക്ഷൻ മെഗാ ഷോയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പോരാട്ട ചിത്രം തെളിഞ്ഞു. 3 മുന്നണികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നു. 20 മണ്ഡലങ്ങളിലെയും വോട്ടർമാർക്ക് ഇപ്പോൾ അവരവരുടെ സ്ഥാനാർത്ഥികളെ അറിയാം. വയനാട് പോലെ അപൂർവം ചിലയിടങ്ങളിൽ മാത്രമേ പൂർണ്ണ വ്യക്തത വരാൻ ഇനിയും ബാക്കിയുള്ളൂ. ഇന്ന് തന്നെ പക്ഷേ അവിടങ്ങളിലും ചിത്രം തെളിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. സ്ഥാനാർത്ഥികൾ പ്രചാരണ തിരക്കിലേക്കും നേതാക്കൾ രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്കും വോട്ടർമാർ രാഷ്ട്രീയ ആലോചനകളിലേക്കും മുഴുകുന്ന ഈ മണിക്കൂറുകളിൽ അതേ ആലോചനകളാണ് ഞങ്ങളും നടത്തുന്നത്. ചിത്രം തെളിഞ്ഞ ഈ മണ്ഡലങ്ങളിൽ ഈ ആദ്യഘട്ടത്തിൽ ആരാണ് മുന്നിൽ? വയനാട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, ആലപ്പുഴ, ഇടുക്കി, മാവേലിക്കര, പത്തനംതിട്ട എന്നീ 10 മണ്ഡലങ്ങളാണ് ഇന്ന് ഞങ്ങൾ പരിശോധിക്കുക. ബാക്കിയുള്ള 10 മണ്ഡലങ്ങൾ അടുത്ത ഞായറാഴ്ചയും. ഇലക്ഷൻ മെഗാ ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. ആരാണ് മുന്നിൽ? വിവിധയിടങ്ങളിൽ നിന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ വിശകലനങ്ങൾക്കായി രാഷ്ട്രീയ നിരീക്ഷകർ ചേരും. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ തന്നെയുണ്ട്. ശ്രീ KJ ജേക്കബ് കൊച്ചി സ്റ്റുഡിയോയിലും ശ്രീ NP ചേക്കുട്ടി കോഴിക്കോട് സ്റ്റുഡിയോയിലുമായി ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരും. ഞങ്ങളുടെ എഡിറ്റർ രാജീവ് ദേവരാജ് എനിക്കൊപ്പമുണ്ട്. ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലും നമ്മോടൊപ്പം ഈ ചർച്ചകളിൽ മുഴുവൻ നേരവും ഉണ്ടാകും. എല്ലാവരും ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നമ്മൾ ഓരോ മണ്ഡലത്തിലേക്കും പോകുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വരവ്, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചേക്കും, വയനാട്ട് മത്സരിച്ചേക്കും എന്ന ആ സൂചനകളും മറ്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ഈ നിമിഷങ്ങളിലേത്. രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ അത് ഈ 20 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ഇതുവരെ കണ്ടതിൽ നിന്ന് മാറ്റുമോ? മാറ്റുമെങ്കിൽ ഏത് വിധത്തിലുള്ള മാറ്റമായിരിക്കും അത്? അതിൽ തുടങ്ങാം നമുക്ക്. ശരി, അദ്ദേഹത്തിലേക്ക് എത്താം. അതിനു മുമ്പ് അതേ ചോദ്യം രാജീവ്, ഏത് വിധത്തിലാണ് ഇന്നലെ വരെ ഇല്ലാതിരുന്നൊരു പ്രത്യേക മാനം നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവ് എന്ന സൂചനയിലൂടെ? തീർച്ചയായും രാഹുൽ ഗാന്ധി വരുന്നു എന്ന വാർത്ത വലിയ ഒരു ആവേശം കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപും പലതവണ കോൺഗ്രസ് അധ്യക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ അവരെയൊക്കെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു ഘട്ടം വരെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ നേതാവ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ, VM സുധീരൻ, മാത്രമല്ല അവിടെ സ്ഥാനാർത്ഥിയെ ഏതാണ്ട് നിശ്ചയിക്കുകയും KPCC നേതൃത്വം അത് പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥാനാർത്ഥി തന്നെ സ്വയം പിന്മാറി എന്ന് പറയുന്നു. അവിടെ ഞാൻ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്ന് പറയുന്നു T സിദ്ദിഖ്. ഇങ്ങനെയൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ, അതുപോലെ തന്നെ അദ്ദേഹം മത്സരിച്ചിരുന്ന അമേഠിയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. മാത്രമല്ല ഇന്നലെ രൺദീപ് സിംഗ് സുർജേവാല പറയുമ്പോൾ രാഹുൽ ഗാന്ധി പോസിറ്റീവായിട്ട് ഈ കാര്യത്തിൽ പ്രതികരിക്കും അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് രൺദീപ് സിംഗ് സുർജേവാലയും നൽകുന്നത്. ഇതെല്ലാം കൊണ്ട് കേരളത്തിൽ ഇത് വലിയ ഒരു ചലനം ഉണ്ടാക്കും, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ആ ചലനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ശ്രീലാൽ, ഇക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറിച്ചിന്തകൾക്ക്, അതായത് ഇപ്പോഴും പ്രഖ്യാപനം വന്നിട്ടില്ല ഔദ്യോഗികമായിട്ട് എന്നതുകൊണ്ട് മറ്റു പല ഊഹാപോഹങ്ങളും കൂടെ അന്തരീക്ഷത്തിലുണ്ട്. രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ, പ്രത്യേകിച്ചും അമേഠിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണെന്ന മറ്റുള്ള പ്രചാരണം വന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? സനേഷ്, ആദ്യം തന്നെ ഇന്നലെ ഈ പ്രഖ്യാപനം ഉമ്മൻചാണ്ടി നടത്തിയത് അവിചാരിതമായിട്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി ഇന്നലെ ജാമ്യമെടുക്കാൻ, ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതാക്കളും ജാമ്യമെടുക്കുന്നതിന് പത്തനംതിട്ട കോടതിയിൽ എത്തുമ്പോഴാണ് ഈ ഒരു ചോദ്യം വരുന്നത്. ഉമ്മൻചാണ്ടിയോട് ചോദിച്ച ചോദ്യം, പത്തനംതിട്ടയിൽ എങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾ? പത്തനംതിട്ട DCC തന്നെ ആന്റോ ആന്റണിക്കെതിരെ വലിയ പ്രമേയം പാസ്സാക്കിയ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ കോൺഗ്രസിൻ്റെ ജയസാധ്യത എത്രത്തോളം എന്നുള്ള ചോദ്യമാണ് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചത്. പക്ഷേ അതിന് അദ്ദേഹം നൽകിയ മറുപടി വയനാട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നുള്ള മറുപടിയാണ്. പത്തനംതിട്ടയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നൽകിയ മറുപടി വയനാടിനെക്കുറിച്ച്. ഇത് ഉമ്മൻചാണ്ടി ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഇത് പ്രഖ്യാപിക്കാൻ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയില്ല. ആലോചിച്ചുറപ്പിച്ച ശേഷം തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പക്ഷേ സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ വലിയ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ ഭയന്ന് അമേഠിയിൽ നിന്നും ഒളിച്ചോടുകയാണെന്നുള്ളത്. അങ്ങനെ ഒരു പ്രചാരണം ശക്തിപ്പെടുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ എത്തും.
രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരികയാണെങ്കിൽ ശ്രീലാൽ, അത് ഏത് വിധത്തിലായിരിക്കും മറ്റുള്ളിടങ്ങളിലെ ഈ വടക്ക് മാത്രമല്ല തെക്കും കേരളത്തിലാകെ തന്നെയും എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക? അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ CPM-ൻ്റേത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റേതായിട്ടുള്ള മണ്ഡലങ്ങളിൽ അടക്കം വലിയ ഒരു ഊർജ്ജവും മറ്റുമൊക്കെ കോൺഗ്രസ് എത്രത്തോളം നൽകുന്നത് വോട്ടാകുമോ? വോട്ടായി മാറുന്ന ഊർജ്ജമായിരിക്കുമോ അത്? തീർച്ചയായും രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസിന് വലിയ ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസ് അവകാശപ്പെടുന്നത് പോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കർണാടകത്തിലും തമിഴ്നാട്ടിലും കൂടി കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ പുതിയ ചില വാർത്തകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാംഗ്ലൂർ സൗത്തിൽ അനന്ത്കുമാറിൻ്റെ അന്തരിച്ച അനന്ത്കുമാറിൻ്റെ മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ള വാർത്തയുണ്ട്. അങ്ങനെയെങ്കിൽ അതാണ് ശരിക്കുമുള്ള ഒരു യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനം പിടിക്കാനുള്ള ഒരു നീക്കം. അതാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത്, വയനാട്ടിൽ മത്സരിക്കുന്നത് ഗുണം ചെയ്യും. പക്ഷേ അത് എന്ത് ഗുണമാണ്? എന്തായാലും ശരി, ഇവിടെ BJP ഇപ്പോൾ വലിയ ഒരു മുന്നേറ്റമൊന്നും കാഴ്ചവെക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഇടത് പാർട്ടികൾ ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും എല്ലാം ഡൽഹിയിൽ ഒരുമിച്ച് കൈവക്കുന്ന സാഹചര്യം. കർണാടകത്തിൽ അതല്ല സ്ഥിതി. 28 സീറ്റുകളുള്ള കർണാടകത്തിൽ 10 സീറ്റുകളാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് JDS സർക്കാർ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഒരു മുൻതൂക്കം കോൺഗ്രസിനുണ്ട്. ആ മുൻതൂക്കമുള്ള സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് മത്സരിക്കുമ്പോൾ BJPക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു എഡ്ജ്, അത് രാഹുൽ ഗാന്ധി കർണാടകത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അത് കോൺഗ്രസിനും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നീക്കം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകത്തിലേക്ക് മത്സരത്തിന് എത്തുകയാണ് എങ്കിൽ ഈ നീക്കം കേരളത്തിൽ ഗുണം ചെയ്യുമെങ്കിലും ബാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗുണം ചെയ്യുമെന്നുള്ള കോൺഗ്രസിൻ്റെ മോഹം വ്യാമോഹമാകാനാണ് സാധ്യത. നമുക്ക് ഓരോ മണ്ഡലങ്ങൾ പരിശോധിച്ച് പോകാം. നമുക്ക് മുന്നിൽ ഇപ്പോൾ 10 മണ്ഡലങ്ങളുണ്ട് പരിശോധിക്കാൻ, പ്രത്യേകമായിട്ട് എടുക്കാൻ. ഈ രാഹുൽ ഗാന്ധിയുടെ വരവ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചില പ്രഖ്യാപനങ്ങളും മറ്റുമൊക്കെ, തുടർ വാർത്തകളും മറ്റുമൊക്കെ സ്വാഭാവികമായിട്ടും ഈ മണിക്കൂറുകളിൽ വരും. പക്ഷേ നമ്മൾ 10 മണി തൊട്ട് 1 മണി വരെ 3 മണിക്കൂറുകളെടുത്ത് 10 മണ്ഡലങ്ങൾ, ഇതിനകം തന്നെ ചിത്രം തെളിഞ്ഞ 10 മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ടും വിശദമായിട്ടും പരിശോധിക്കുകയാണ്. അതിനകത്ത് കൂടെ വരുന്നതാണ് ഈ വയനാട് മണ്ഡലം. അതുകൊണ്ട് ഇന്ന് മാത്രമല്ല, വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞു നിർത്തിയതുപോലെ ഇവിടെ വന്ന് ഈ മേഖലയിൽ വന്ന് നരേന്ദ്രമോദി മത്സരിക്കുകയാണെങ്കിൽ ഒക്കെ ഇളക്കം തട്ടാവുന്ന, രാഷ്ട്രീയമായിട്ട് ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന മണ്ഡലങ്ങൾ കൂടെയാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്ന ഈ 10 മണ്ഡലങ്ങളും.